ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ മിണ്ടാതെ വളരെ സൗണ്ട് കുറച്ചിട്ട് ഇവിടെ നിൽക്കണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് KP കാത്തിരുന്ന ആ ദിവസം ഇന്ന് എത്തിച്ചേരുകയാണ്. നമ്മൾ 10 വർഷത്തോളം വർഷമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. KPൻ്റെ അച്ഛനൊക്കെ ഫുള്ള് കസവുമുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് ഫുള്ള് മാറ്റി നിൽക്കുകയാണ്. അമ്മതാ മറ്റേ നല്ല പട്ടുസാരിയും എടുത്തിട്ട് കാഞ്ചീപുരം സാരിയൊക്കെ എടുത്തിട്ട് അമ്മയും അവിടെ നിൽക്കുന്നുണ്ടോ. KPൻ്റെ അമ്മ നിൽക്കുന്നുണ്ട്. വെറൈറ്റി സാരിയൊക്കെ എടുത്തിട്ട് അമ്മ, അമ്മമ്മ, കുടുംബം, കൂട്ടുകുടുംബം, ഏട്ടൻ, ഏട്ടൻ്റെ ഭാര്യ, നശ്വ, എന്താ നമ്മളെ കൂടെ നശ്വൻ്റെ പുതിയാപ്പിള, പിന്നെ നിതൻ്റെ പുതിയാപ്പിള, എല്ലാവരും ഉണ്ട് കേട്ടോ. ഹലോ. അപ്പോൾ നബീല് ജയിലടി വന്നിട്ട് നബീല് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താ വെച്ചാൽ തപ്പിക്കൊണ്ടിരിക്കണം. അതായത് നല്ല ഇനം ബ്രീഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇനം ബ്രീഡുകൾ അപ്പോൾ ഇപ്പോൾ നല്ല ഇനം ബ്രീഡുകളെ തപ്പി നടക്കണ ഇതിലാണ്. എവിടെ വരെ എത്തി ഷോപ്പിന്റെ? എക്സ്റ്റീരിയറും കൂടി ചെയ്താൽ കഴിയും. എന്താ പിന്നെ എന്താ ചെയ്തപ്പോ? അപ്പൊ ഇന്ന് നമ്മള് പുതിയാപ്പിള ഇറങ്ങാൻ പോവാണ് കേട്ടോ. പെട്ടെന്നാണ് ഉണ്ടായത്. പൂവല്ലെന്താ എന്താണ് KPൻ്റെ ഏട്ടൻണ്ടോ? ഹായ് കൊടുക്കി. ആ പരിപാടിയാണേ ഇതിന്റെ പേര്. പോയാലോ ചേട്ടന്മാരത് പുറത്തുനിന്നൊക്കെ KPൻ്റെ കുടുംബക്കാരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്താ KPൻ്റെ കുടുംബക്കാരെല്ലാവരും എത്തിച്ചേർന്നിട്ടാവും. KPൻ്റെ മണ്ഡലം എടാ ജേർനാട് മണ്ഡലത്തിലാണല്ലേ? എന്താല്ലേ നമ്മളൊരു 1 മീറ്റർ മാറിയപ്പോ അങ്ങനെ ആയല്ലോ. അപ്പൊ അനക്ക് വോട്ട് ഇവിടെ ഇനി ഇവിടെ എടാ ഇതൊക്കെ ബാസിലെ ഇറങ്ങ KP എല്ലാവരും റെഡി ആക്കാം. നമുക്ക് വല്ല അങ്ങനെ ഇറങ്ങാം. ഞാൻ ആലോചിക്കണത് ബാസിലെ ഇവിടെ വാ. ഞാൻ ആലോചിക്കണതേ നമ്മള് ഒന്നവിടുന്ന് ഇങ്ങോട്ട് മാറിയപ്പോ മണ്ഡലം മാറി. ഹായ് ഫോട്ടോ എടുക്കണോ? വരി. ഓ പോകില്ലേ, നമ്മളങ്ങോട്ട് പോവല്ലേ. ഹലോ ഹായ് ഹായ് താങ്ക് യു. ഫോട്ടോ എടുക്കാം. ഒരു ഫോട്ടോ എടുക്കോ? ഒന്നുള്ളൂ എല്ലാവരും നിക്കി. നിങ്ങള് KPൻ്റെ അയലോക്ക? ആ ഇവിടെ തന്നെയാ. യൂണിയൻ ഭാരവാഹികളാണ്. ഓക്കെ പോയോക്കാ പോവാ. പരിപാടി ആരംഭിക്കണ്ടോ? അപ്പൊ KP എടാ 1 മീറ്റർ ഇങ്ങോട്ട് മാറിയപ്പോ മണ്ഡലം മാറി. ഒറ്റക്ക് എടുക്കാം. വരി വരി ചേച്ചി വരി. എങ്ങോട്ട് നിൽക്കാം? ഇങ്ങോട്ട് നിൽക്കാം. ബാസിലെ എനിക്കതിനും ആരും പരിചയപ്പെടുത്താൻ എനിക്കറിയണേ. വാ സുഹൃത്തുക്കളെ, തന്റെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് നബീൽ കൂടെ എല്ലാരും പരിചയപ്പെടുത്താറാണ്. ഓൾറെഡി പരിചയപ്പെടുത്തി. സുഹൃത്തുക്കളെ, KPൻ്റെ പരിപാടിയാണെന്ന് ആൾക്കാരൊക്കെ പെണ്ണിനെ കാത്ത് നിൽക്കാണ്. അപ്പൊ നല്ലൊരു മുഹൂർത്തം നോക്കി നമ്മളോട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് വർഷത്തിന് മുകളിൽ കാത്തിരിപ്പാണ് നിമിഷമാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഓലോട് ഇങ്ങോട്ട് വരണ്ട അറിയ. ഇത്രയും വൈകിയാണ് ജിമ്മത്തിനെ കിട്ടുന്നത്. ജിമ്മിനെ വിളിച്ചോട്ടെ. ഇതെന്താണ് ജിമ്മുനി? ഐ ലവ് കാസർഗോഡ്. കാസർഗോഡിന് നമ്മളെ കമ്പനിക്കാരനാട്ടോ. കാസർഗോഡ് നിന്ന് വണ്ടി സ്റ്റാർട്ടാക്കി വന്നു. അപ്പൊ എപ്പോ ഇന്നലെ പോന്നാ? രാവിലെ പോന്നു. എപ്പ ഇറങ്ങി? ഇന്നലെ ഇറങ്ങിയതൊക്കെ വോട്ട് ചെയ്തിട്ട്. ഇത് വോട്ടല്ലല്ലോ, ഇത് മൈലാഞ്ചിയാലോ. ഇതൊക്കെ കാണിച്ചെടുത്താ തുടച്ച് ഞാൻ വോട്ട് ചെയ്തല് കാണിച്ചു തന്നെ. വോട്ട് ചെയ്തല് നാടിന്റെ നന്മക്ക്, നാടിന്റെ വികസനത്തിന്, നാടിന്റെ വളർച്ചക്കായി ഒരു വോട്ട്. ജയർനാട് മണ്ഡലം
ഇതാ നിഹാല് കേട്ടോ ഇതാ എന്റെ എവിടെ ഇതാ ഇത് മൈലഞ്ചി കേട്ടോ ആ നാടിന്റെ വളർച്ചക്ക് കാണിച്ചോണ്ടാ വോട്ട് കാണിച്ചോണ്ടാ കാണിച്ചോണ്ടേ കാണിച്ചോണ്ടാ അല്ല ഞാനൊക്കെ പകുതി ഓത്തിക്കണേ കാണിച്ചോണ്ട നോക്ക് വോട്ട് ചെയ്തിറക്കും കേട്ടോ ഇപ്പൊ എന്റെ എല്ലാരും വോട്ട് ചെയ്തിട്ടോ ആരതാണ് ഏറ്റവും ഭംഗിയായിട്ട് ബൂത്ത് ലെവൽ ഓഫീസർ ഇട്ടുകണത് മാർക്ക് തുടച്ചു പോയി ആ കേറിക്കോളി പോന്നോളിട്ടോ പോന്നോളി പോരും പിന്നെ പെണ്ണാൻ പോവാണ് അപ്പൊ എല്ലാരും ഫുള്ള് ഹാപ്പി കണ്ടോ നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് തീരുമാനിക്കാം അപ്പൊ എല്ലാരും ഫാമിലി ആയിട്ട് ഇറങ്ങിയാണ് ബാസിൽ സെപ്റ്റംബർ 27 ഫാമിലി ആയിട്ട് ഇറങ്ങി സെപ്റ്റംബർ 27 ഓ നസ്ബിയൊക്കെ 4 ദിവസം ബ്ലോഗിൽ ലേറ്റ് കിട്ടി എന്തെങ്കിലും ഒരു ആക്റ്റീവ് ആവാൻ ഒരു മീഡിയ വരാൻ അവസരം വരാൻ കാത്തിക്കേനി കേട്ടോ കേറിടാ ബാസിലെ നോക്കിയെടുക്ക്. അപ്പോൾ ദാ സുഹൃത്തുക്കളെ വണ്ടികൾ ഓരോന്നോരോന്നായിട്ട് വരികയാണ്. നബീലിക്കു ആദ്യത്തെ വണ്ടി എടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പോസ്റ്റർക്കിടയിലൂടെ ഇതാ കടന്നു വരുന്നു നബീലിക്കു. നാടിൻ്റെ പൊന്നമനകളാണ് കേട്ടോ. കേപ്പിൻ്റെ കല്യാണം അടുത്ത് നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? ആശംസകൾ പോവല്ലേ? വിവാഹാശംസകൾ കെ പി അറിയും. വിവാഹാശംസകൾ കെ പി. എൻ്റെ പേരെന്താണ്? സൈൻ അബ്ദുള്ള. സൈൻ അൽഹംദുലില്ലാ. അത് അറബിക സംഭാഷണമല്ലേ? എന്താണ് പേര്? ജഫ്രി. ഇന്ന് നാടൊട്ടാകെ മാറാനുള്ള തെരഞ്ഞെടുപ്പ് തിരക്കുകളിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ ഒരു വോട്ടർ, നിയോജക മണ്ഡലത്തിലെ ഒരു സാരഥി എന്നുള്ള നിലയിൽ ജനങ്ങളോട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്കെല്ലാം ചർച്ച ചെയ്യാനുള്ളത്? ബഷീറാക്ക സൂപ്പറാണെന്നുള്ളതാണ് ഏറനാട് നിയോജക മണ്ഡലത്തിൽ എല്ലാവർക്കും ഒരുപോലെ പറയുന്നത്. ഞാനും പറയും, കാരണം എനിക്ക് കോഴിക്കുട്ടികളെയും മറ്റേ മീനിനൊക്കെ എനിക്കും കിട്ടിക്കണം. അപ്പൊ ഞാൻ കിട്ടിയത് അത് ഞാൻ പരിപാടി ഉണ്ടാവും, ഞാൻ പോവും. ഞാൻ പാട്ടിടാൻ പോവാണ്. ഇപ്പൊ ഒരു ബാർബറാണ്. എനിക്ക് എന്താ പണി? ഇവിടെ പന്ത് കളിച്ചുമ്പോ LDF ആരപ്പം വേറെയും UDF ആരപ്പം വേറെയും ടീമുണ്ട കളിച്ചാല് എല്ലാവരും ടീമുണ്ടല്ലേ കളിച്ചാല് അതാണ് കേട്ടോ. പക്ഷെ ബഷീറാക്ക കാരണം ഞാൻ ജാമ്യ പഠിച്ച ടൈമിൽ എനിക്ക് കോഴിമുട്ട, ചെറിയ കോഴിക്കുട്ടികള്, താറാമുട്ട. ബഷീറാക്ക എന്താ മറ്റേ വെജിറ്റബിൾ ഷോപ്പോ മുന്നിക്ക് ഇടിക്കടാ. ഇങ്ങോട്ട് തുടങ്ങി എടാ നിന്നാണ്ട് ബ്ലോക്ക് ആക്കി നിങ്ങൾ റോഡ് ഇങ്ങോട്ട് സൈഡ് കേക്കേ. എടാ നിങ്ങളൊക്കെ ഇപ്പൊ ഇത്രയും നേരം ഇവിടെ ഇല്ലേ? എവിടുന്ന് ഞങ്ങൾ വന്നേ? റോഡ് സൈഡ് നാളി മുന്നേക്ക് തന്നെ. ശരി നടക്കിട്ടാ. വരി ഇങ്ങോട്ട് വന്നാ. നിന്റെ കുട്ടികൾ ഇങ്ങോട്ട് വന്നാ. ഇങ്ങോട്ട് പോയിട്ടാ. എടാ സൈക്കിള് മാറ്റിക്കളാ. സൈക്കിൾ വന്ന് വീണോ? ആകെ സീനായി. ഹായ്, അസ്സലാമലൈക്കും. സലാമലൈക്കും. എന്താ വർത്താനം? എവിടുന്നാ വരുന്നേ ജി? പന്തൽച്ചാൻ ഇറങ്ങിയതാ? എടാ ജനങ്ങൾ ഇവിടെ വരൂ. ഈ യുവജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. നബീലാണ് ഈ വണ്ടി ഓട്ടണത്. ആ വണ്ടിയാ വളഞ്ഞു തിരിഞ്ഞ അവിടെ ബ്ലോക്ക് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഉറപ്പിച്ചൂടെ? ആകെ പൊടി. എടാ ഇങ്ങോട്ട് വരിടാ. എന്താണ് നിയാല് വന്നിട്ടില്ല, തെരഞ്ഞെടുപ്പിലാണ്. വോട്ട് ചെയ്യാൻ പൊന്നാനി പോയി. സ്റ്റീൽ വന്നിട്ടില്ല, തെരഞ്ഞെടുപ്പിനല്ല. എവിടെ ഇതിലുണ്ട്. എന്താണ് പറയാനുള്ളത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച്? ഇവിടെ ബഷീറാക്ക ജയിക്കുന്നാണ് പറയാനുള്ളത്. ഏറനാട് നിയോജക മണ്ഡലത്തിലാണ് നിങ്ങള്. പക്ഷെ നിങ്ങളൊക്കെ നിലമ്പൂരല്ലേ? നിങ്ങളെങ്ങനെ ഏറനാടിൽ എത്തി എന്നാണ് എന്റെ ഡൗട്ട്. പക്ഷെ ഇത് നിലമ്പൂരല്ലേ ശരിക്കും? നിങ്ങൾ ഇവിടെ അല്ലേ വരേണ്ടത്? നിലമ്പൂർ മണ്ഡലത്തിലല്ലേ വരേണ്ടത്? പക്ഷെ നിങ്ങളൊക്കെ എങ്ങനെ ഏറനാട് നിയോജക മണ്ഡലത്തിലെത്തി? ഹായ്, താങ്ക് യു. സദാ നേരത്തും സെൽഫി എടുത്തോട്ടെ. ഏത് നേരത്തും കാര്യം. താങ്ക് യു. വാടാ ഒരു ഫോട്ടോ എടുത്താണ് എന്റെ കുട്ടി. ഫോൺ എടുക്കട്ടെ ഒരു ഫോട്ടോ എടുത്താ. ഇത്രയും ഇതായിട്ട് കാണാൻ ഞാൻ ഇവിടെ വരലുണ്ടല്ലോ. അയ്യോ പണ്ടത്തെ ഫോട്ടോ ആണല്ലോ DP ദുബായി പോയപ്പോളെ. കിട്ടോ ഇക്ക? സങ്കടം തീർന്നില്ല.
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. എത്രത്തോളം പോളിംഗ് നിങ്ങളുടെ ഏറനാട് നിയോജക മണ്ഡലത്തിൽ അമൽ കോളേജിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്? പോളിംഗ് പുരോഗമിച്ചോ? ഇല്ല, അതെന്താണെന്ന് അറിയില്ല. പക്ഷെ ബഷീറാക്ക ജയിച്ചു. അതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. എത്ര ഭൂരിപക്ഷത്തിലാണ് ജയിക്കുക? 10,000 എത്ര വോട്ട് ജയിക്കും? 16 വോട്ടിന് 16 വോട്ട്. എത്ര? 10,000 വോട്ടിന്. 8,000. എത്ര വോട്ടിന്? 10,000. എത്ര വോട്ടിന് ജയിക്കും? 10,000. എത്ര വോട്ടിന് ജയിക്കും? 2,500 വോട്ടിന് ജയിക്കും. അപ്പോൾ ഇതാണ് തെരഞ്ഞെടുപ്പ് സർവേയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം മനോരമന്റെ ചാനലിൽ വരും, റിപ്പോർട്ടർ ചാനൽ, ഏഷ്യൻ ചാനലൊക്കെ നിങ്ങളെ വിഷ്വൽസ് ഉണ്ടാവും. 5-ാം തീയതി വോട്ട് എണ്ണും. എവിടെ? 4-ാം തീയതി എണ്ണും. 4-ാം തീയതി വോട്ട് എണ്ണും. 4-ാം തീയതി വോട്ടെണ്ണി പ്രകടനത്തിനും പരിപാടികൾക്കും എന്തിനും എല്ലാവരും വരണം. ഞങ്ങൾ പടക്കങ്ങൾ വാങ്ങിയിട്ട് ഇവിടെ ഗ്രൗണ്ടിലേക്ക് വരുന്നതാണ്. വണ്ടി പൊട്ടിച്ചാനോ? ഞാനാരാ മറ്റേ രാഷ്ട്രീയക്കാരനോ? വണ്ടി പൊട്ടിച്ചാണ് പടക്കം പൊട്ടിച്ചേർക്കാൻ ഞാൻ പോയിട്ടാ. അസ്സലാമു അലൈക്കും. അല്ല ഫോണേ ഫോൺ കണ്ട 3 മില്യണായി. അപ്പൊ തെരഞ്ഞെടുപ്പ് തിരക്കുകളും ഇടും. ഇന്ന് യൂട്യൂബിൽ വരും ഐഫോൺ. അപ്പൊ തെരഞ്ഞെടുപ്പ് തിരക്കുകളും പ്രശ്നങ്ങളും ഇതിലുണ്ടാവുന്ന പാർട്ടി വിഷയങ്ങളൊക്കെ ഇന്ന് തീരും. നമ്മൾ തമ്മിലുള്ള സാഹോദര്യം ഒരുമയൊന്നും എന്തരുത്, ഇതിന്റെ പേരിലാരും നഷ്ടപ്പെടുത്തരുത് കേട്ടോ. നമ്മളെല്ലാരും കുട്ടികളാണ്. എല്ലാരും ഏത് പാർട്ടിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ, അതിന്റെ നമ്മളെ ഇടയിൽ അത് വരരുത്. നമ്മളെ ബന്ധത്തിന് ബാധിക്കുന്ന രീതിയിൽ. ഇപ്പൊ അർജന്റീനയും ബ്രസീലും വേൾഡ് കപ്പിന്റെ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവും. വേൾഡ് കപ്പ് കഴിഞ്ഞാൽ പിന്നെ അടി ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. മേലക്കും മേലെ നോക്കുമ്പോ ഞാൻ പറയട്ടെ, ഈ അടി ഉണ്ടാക്കുന്നത് താഴെ ആൾക്കാരാണ്. മെസ്സി നെയ്മറും കമ്പനിക്കാരാണ്. താഴെല്ലോരാണ് പ്രശ്നം. ഇതേപോലെ തന്നെയാണ് പാർട്ടികളൊക്കെ. ഇവരൊക്കെ എല്ലാവരും കമ്പനിക്കാരാണ്. അപ്പൊ അത് നോക്കിക്കണ്ട എല്ലാവരും സാഹോദര്യം, തനിമയും ഒരുമയും ഒത്തൊരുമയും കാത്തു സൂക്ഷിച്ച് ഈ ഒരു ഏറനാട് നിയോജക മണ്ഡലത്തിൽ അമൽ കോളേജിന് വളർച്ച ഉണ്ടാവട്ടെ. ഈ നാടിലെ യുവത്വത്തിന് യുവത്വ ദുളുബുദ്ധ സ്പോർട്സിൽ മുന്നേറാനും ആർട്സിൽ മുന്നേറാനും കലാകായികപരമായിട്ടുള്ള സകല വികസനങ്ങൾ കൊണ്ടുവരാനും നിങ്ങളുടെ വാർഡ് മെമ്പറിനും നിങ്ങളുടെ നിയുക്ത MLA-ക്കും വരാനിരിക്കുന്ന MLA-ക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ ഓക്കെ. അപ്പല്ലേ എല്ലാരും 18 വയസ്സാകുമ്പോ പറയണം നമ്മളെ ഇലക്ഷന് നമ്മൾ നിൽക്കുന്ന ഒരു ഇലക്ഷൻ വരുന്നുണ്ടാവും. എല്ലാരും വോട്ട് ചെയ്യണം. ഓക്കെ. ഞാൻ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലാവും. പക്ഷെ ഏറനാട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം എന്ത് ചെയ്തു തരും? നമ്മൾ ഒരുക്കി തരും. ഞാൻ പറഞ്ഞുതരാം. നമ്മള് പറയണേക്ക് വോട്ട് ചെയ്യാനല്ലേ വരുന്നത്, സ്ഥാനാർത്ഥി എങ്ങാണ്ട്. അപ്പം അപ്പൊ അപ്പൊ നമ്മള് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാവുമ്പോ എന്ത് ചെയ്യണം? ഏറനാട് മണ്ഡലത്തിൽ നമുക്ക് വോട്ട് മറിയണം. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആധാർ കാർഡ് ആയിട്ട് എല്ലാവരും വരണം. എന്നിട്ട് നമുക്ക് കുറച്ച് കള്ള വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. നിലമ്പൂർക്ക് കുറച്ച് പന്ത് അങ്ങനെ പന്തുണ്ടോ? അല്ല ഗൂഗിൾ പേ ഉണ്ടോ? ആരില്ല ഗൂഗിൾ പേ. അല്ലെങ്കിൽ ഞാൻ കേപ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നിങ്ങളെ ഇപ്പത്തെ പന്തോടെ എവിടെ? ഇത് അങ്ങോട്ട് വരിക. ആയിക്കോട്ടെ. ഓക്കെ. എത്ര പൈസ? ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 15 16 17. എല്ലാവർക്കും ചായ അടിച്ചുള്ള പൈസ ഇപ്പൊ തരാൻ പോവാണ്. ഇപ്പൊ ചായ അടിച്ചു. പന്തും കൊണ്ടേ നാളെ വരണ്ട് കേട്ടോ. ഉറപ്പ്. അതൊക്കെ അല്ല പറയണേക്ക് നാടിന് അല്ല ഇതിലാരും വിശ്വസിച്ചിട്ടാ ഞാൻ പൈസ ഏൽപ്പിക്കാം. വളരെ ഞാൻ പറയാം, ഇത് സ്വന്തം പൈസ അല്ല. ഇതുകൊണ്ട് നിങ്ങൾ ഈ പീടി പോയിട്ട് എല്ലാവർക്കും വാങ്ങിക്കൊടുക്കണം. ഓക്കെ.
അടക്ക് ഇത് ഇജി എല്ലാവർക്കും വാങ്ങിക്കൊടുക്കണം. ഇജി അതിന് എല്ലാവർക്കും വാങ്ങി. ആ കാക്ക കാക്ക ചായപ്പൊടിക്കാരൻ ഇവിടെ എത്തിയോ? അത് വലിയ ബിസിനസ് നാടാണല്ലോ. ഇവിടെ മന്ത്രിമാരെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ തന്നെ കുട്ടിച്ചോറാകും. കാക്കേ അസ്സലാമു അലൈക്കും. മതി മതി മതി. ശരി ശരി. എടാ പൈസ പലയിടത്ത് കൊടുത്തിക്കണേ. അവനവന്റെ അവകാശങ്ങൾ വാങ്ങിയെടുക്കട്ടോ. വേണ്ടി എടുക്കണേലാണ് കാര്യം. അതൊക്കെ നിങ്ങളെ ചാടായി. ഞാൻ എല്ലാവർക്കും ജ്യൂസ് വാങ്ങി കൊടുക്കണ്ടേ എല്ലാ കുട്ടികൾക്കും. ഓക്കെ ബൈ ബൈ. വണ്ടി എടുക്കും. ഉദ്ഘാടനം പെണ്ണാണ പോണം പോട്ടോ പോയിട്ടോ. ഓക്കെ കാക്ക പൈസ നിങ്ങൾ നോക്കണ്ടി. അല്ലേ ആ കടി നിയോജക മണ്ഡലം. ശരി ഏറനാട് നിയോജക മണ്ഡലം സിന്ദാബാ. ഓക്കെ ഓക്കെ. എന്താ ഇവിടെ ഉണ്ടായത്? കുട്ടികൾക്ക് പിരാന്തൊക്കെ ഉണ്ടോ? കുട്ടികൾക്കൊക്കെ എലക്ഷനൊന്നും വേണ്ട. അങ്ങോട്ട് പോതി തന്നെ നമ്മളെ. എടാ ചായക്ക് പൈസ വേണേ അവിടുന്ന് കുടിച്ചോളൂ. ഞാൻ കൊടുത്തണേ. സ്വന്തം പൈസ കുടിച്ചോണ്ടാ. ഇങ്ങോട്ട് കുട്ടിയാള് മറ്റോ തുറന്നു പറഞ്ഞിട്ട് സ്പാനിഷ് പോയി കഴിച്ചു. വലിയ അവിടെ ഉണ്ട്. ഞാൻ പണ്ട് സുഹൃത്തുക്കളെ അപ്പൊ കേപ്പിന്റെ പരിപാടി ആരംഭിക്കണേ. ബഷീറാക്കനെ കണ്ടോ? ഇല്ല ഇവിടെ ഉണ്ടോ? ആടാ ഞാൻ വിളിച്ചതിനാണ്. അയാളെ പറഞ്ഞോ? ഏടാ നമ്മളാളാണേ. പിന്നെ ട്രെയിനിൽ നിന്ന് കണ്ടിട്ട് ഭയങ്കര കാര്യമില്ല. പാട്ടൊക്കെ പാടിയ കിട്ടാന്ന് വെച്ചത് അത് പറയണ്ട. അപ്പം സുഹൃത്തുക്കളെ സൽമാനിക്കുണ്ട്. സൽമാനിക്കു ഇതാ വന്നിരിക്കുന്നു. സൽമാനിക്കു അതൊക്കെ എങ്ങനെ ഫംഗ്ഷൻസ് ഉണ്ട് ഇപ്പൊ ഇറങ്ങും. അല്ലാതെ ഇറങ്ങലൊന്നുമില്ല നമ്മളെ ഡീക്കൊന്നും. എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ബ്രോ ഇന്ന് വൈകുന്നേരം പോകൂലേ? അത് പോവും. അറിയാം എന്താ വെച്ചാൽ തിരക്കുകളുണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ വിലക്കെ തിരക്കാണ്. നമ്മളെ കാണാൻ കൂടെ ചെങ്ങായി തായ്ലൻഡ് പോയിട്ട് ഒരു ദിവസം ഉറങ്ങിയില്ല. ഞാൻ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങിയിട്ടില്ല. 5-ാം തീയതി പരിപാടി, 6-ാം തീയതി പരിപാടി, 7-ാം തീയതി 4 പരിപാടി, 8-ാം തീയതി രാവിലെ 6 മണി വൈകുന്നേരം വരെ ഷൂട്ട്. ഇന്നലെ ബാസന്റെ കളിയും കൂടി കണ്ടിട്ട് ഞാൻ ഇപ്പോഴാണ് കിടക്കണം അറിയാം. രാവിലെ 4:30. എന്നിട്ട് വോട്ട് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞ് ഇപ്പന്റെ പരിപാടി. എന്റെ ഒരു പരിപാടി അപ്പൊ മിക്കി വന്നിട്ടുണ്ടോ? വോട്ട് ചെയ്തോ നിങ്ങള്? ഏത് നിയോജക മണ്ഡലത്തിലാണ്? എടവണ്ണ നിയോജക മണ്ഡലം. പിന്നെ നിങ്ങളെ മുൻ MLA ആരാണ്? PK ബഷീർ. ഇപ്പത്തെ MLA PK ബഷീർ. ഇനി വരാൻ പോണ മന്ത്രി വൻ ഗ്രൗണ്ട് സപ്പോർട്ടാണ്. അതെ അതെ അല്ലേ? ബഷീറാക്ക കണ്ണും പിന്നാലും ചോദിച്ചു. നമ്മളറിയും. സി മെമ്പറാണ്. അറിയും. പരിചയമുണ്ട്. അല്ല എവിടെ പോയോ? കേപ്പിന്റെ വൈഫ് ഹൗസിലെത്തിട്ട് നമ്മള് ഹൈഡ് ഔട്ട്. കേപ്പ് ഇത്രയും കാലം ഒളിപ്പിച്ച് വെച്ചതാ ഹൈഡ് ഔട്ടിന്റെ വേല കേട്ടോ. നല്ല നമ്മളെ അമൽ കോളേജിന്റെ നമ്മളെ അമൽ കോളേജ് ഇതാ കാണുന്നതാണ്. അമൽ കോളേജ് കേട്ടോ. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട അമൽ കോളേജ്, മുബാറക്കാന്റെ അമൽ കോളേജ്, വഹാബാക്കാന്റെ അമൽ കോളേജ്, ഹിബത്താന്റെ അമൽ കോളേജ്. അപ്പൊ ഞങ്ങളെ സ്വന്തം അമൽ കോളേജ് ഉണ്ട്. ഞാൻ പഠിക്കണം കരുതിനി, പക്ഷെ പഠിക്കാൻ പറ്റിയില്ല. വിവരം വിദ്യാഭ്യാസം നേടണം എന്നുള്ളത് ഒരുപാട് കാലത്ത് ആഗ്രഹം, പക്ഷെ ഇന്നും നടന്നിട്ടില്ല. ഹായ് ബ്രോ. എടാ ജി മറ്റോനല്ലേ? വെറുതെ ഒരു മാറ്റം കാണിച്ചു കൊടുത്താ മിസ്റ്റർ കേരള ഉണ്ട് നമ്മളെ കൂടെ. അങ്ങോട്ട് പോരാ കുപ്പായ്മേനൊക്കെ. എന്താണ് നമ്മളോട് പറയടാ. പച്ചി വരി റീനാണ് നീയാല് വരി. ഇഫ്ര എവിടെ കാണാല്ലോ? വരി നടക്കൂ. ആ കട വരൂ. അത് ആ രഹസ്യങ്ങളൊക്കെ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ മണ്ണിൽ അലിഞ്ഞു തരും.
ഞാൻ പറഞ്ഞിട്ടുണ്ട് പേടിക്കാനൊന്നുമില്ല അല്ലേ? പേടിക്കാനുള്ളൊന്നുമില്ല. എല്ലാരും ഒന്ന് ചോദ്യം ചെയ്യാനുണ്ട്. ബാസിലെ ഹായ്, ഇപ്പൊ തന്നെ സ്റ്റുഡൻസ് ആയോ? ഹായ്, നമ്മളെ മഞ്ചേരിത്തെ. ഹായ് ഹായ് ഹായ്, നൈസ് ടു മീറ്റ് യു ബ്രോ, നൈസ് ടു മീറ്റ് യു. ഹായ് ഹായ് ബ്രോ, ഹായ് ഹായ് ബ്രോ, ഹായ്. അച്ഛാ വെരി വെരി നടക്കി റിബൺ കട്ടയണ്ടേ? ആ വെരി, അമ്മ എടുത്തു. ഹൈഫൈ എന്താ പയ്യ ഹൈഫൈ ഒന്നുകൂടി. എൻ്റെ പേരെന്താ? ഇനാറ. നിങ്ങളെ അനിയത്തിയ മോളോ? അറിഞ്ഞില്ല, ഇപ്പറഞ്ഞു. പറഞ്ഞതുമില്ല. ഉദ്ഘാടനം ചെയ്യ് ഷാനു. അസുറിന്റെ ഇതിൽ വലിയ വീഡിയോ കാണണ്ട, അതൊന്നും കാണിച്ചോളൂ. എടാ ഇപ്പൊ ഞമ്മളാട്ടറിനല്ല, ഇപ്പൊ ഞമ്മളാട്ടറിനല്ല. എല്ലാരും കാണും. ക്യാമറ വന്നിട്ടോ തായ്ലൻഡിൽ പോയപ്പോ മറ്റൊരു സാധനം പറഞ്ഞില്ലേനോ, ഇവന്റെ വംശജരാണ് അവിടെ ഉള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് തായ് ടൗസർ ഇടിപ്പിച്ചു. കേട്ടോ പ്രോപ്പായി, ഒറിജിനൽ വംശം തായ്ലൻഡ്. പ്രോപ്പായി നമ്മളെ കൂടെ കേട്ടോ, ജിതിൻ പ്രോപ്പായി. എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. ഹായ് ഹായ് ഹായ്. അമ്മാവന്. ആ ഓക്കെ 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 ഓക്കെ. അല്ലേ? ആ ഞങ്ങളുള്ളു കയറാം. അപ്പൊ അമൽ കോളേജിലെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. എടാ ഇത് കാണിച്ചു കൊടുക്കടാ, ഇത് കാണിച്ചു കൊടുക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ സ്വന്തം കമ്പനി. ഇനി മുതൽ പണ്ടത്തെ പോലെ ഉള്ള KP അല്ല, ഇനി മുതൽ സ്വന്തമായി കമ്പനിയുള്ള KP ആണ്. ഇമാജിൻഡ് ബൈ KP. ഗ്രാഫിക് ഡിസൈനിങ്ങിനും പോസ്റ്റർ മേക്കിങ്ങിനും ബ്രാൻഡിങ്ങിനും മാർക്കറ്റിങ്ങിനും നിങ്ങളുടെ കമ്പനിയുടെ ആവശ്യങ്ങൾ ഏതുമേതുമാകട്ടെ, എല്ലാം തീർത്തു കൊടുക്കാൻ നിങ്ങളുടെ ഒരേ ഒരു പരിഹാരം ഇമാജിൻഡ് ബൈ KP. എന്താണ് ഇമാജിൻഡ് ബൈ KP? എന്താണ് ഇമേജിൽ ബൈ KP? എന്താണ് KP പറഞ്ഞോ? നീ പോടാ, നീ പണ്ടേ ഇവിടെ ആ അസർ വിളിച്ചാ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. മിക്കിനോട് മിക്ക വായിച്ച അപ്പൊ കൂട്ട് കൂട്ട് നമ്മളെ നേതാവിന്റെ വർക്കുകൾ കേട്ടോ. മുതലാളി നേരെ ക്ലിക്ക് ചെയ്യണം. അടക്കടക്കടക്കടക്ക്. അപ്പോൾ കമ്പനി ഉദ്ഘാടനം ചെയ്യുകയാണ്. KPന്റെ ഏറ്റവും പുതിയ ഓഫീസ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. കൈയടിച്ച് 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 കൈയടിച്ച്. സോറി സോറി സോറി. ഏതാ ആഘോഷം? അമ്മ ഹാപ്പി അല്ലേ? ഓ ഹാപ്പിയാണ്. കൊറേ കാത്തുക്കണു ഇതിന് വേണ്ടിട്ട്. കയ്യൊട്ടിടാ, കയ്യൊട്ടി 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 കണ്ടേ. അപ്പൊ KP ചെയ്ത പോസ്റ്ററുകൾ കേട്ടോ, ആദ്യത്തിന്റെ പോസ്റ്റർ കേട്ടോ. പിന്നെ ഒരു ഇംഗ്ലീഷ് പടത്തിന്റെ ഉണ്ട്, അതുപോലെ തന്നെ വേറൊരു പടത്തിന്റെ ഉണ്ട്. പിന്നെ നമ്മളെ കൂട്ടിന്റെ പോസ്റ്റർ ചെയ്ത് നമ്മളെ ഏവർക്കും പ്രിയപ്പെട്ട KP ആണ്. ആവാസ് കാറ്ററിംഗ് നൽകുന്ന മുട്ടായികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. എടുക്കണോ വല്ല നോക്കാം. പൂക്കി നൂറ എത്തിയിരിക്കുന്നു. നൂറ എന്താ പറയുക, ഓഫീസ് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? നല്ല രസം. നല്ല രസം. സാറായോ? ഇമാജിൻ പിക്കപ്പ് മിക്കല്ലേ, അത്ര പ്രതീക്ഷ മതി. ഇമാജിൻ എങ്ങനെ കിട്ടി? അതാണ് ഇമേജ് മൊബൈൽ മിക്ക ഇവിടെ ഇതെന്താ വായിക്കാം?
അല്ല ഈസി സാധനം ഇത് വായിപ്പിക്കും. അല്ല ആദ്യത്തെ ലെറ്റർ കിട്ടൂല. ഇത് പറഞ്ഞ ഇതെന്താ അത് പറയും. തിരിച്ചല്ലിട്ട് എന്നല്ലേ വായിക്കുക എല്ലാം ഇവിടെ നിന്നു. ഒരു മെക്സിക്കൻ മൂവിയാണത്. അതിന്റെ പോസ്റ്റർ നമ്മളെ ഇത് ഫസ്റ്റ് പൃഥ്വിരാജ് എനിക്ക് റിപ്ലൈ തന്ന പോസ്റ്റർ. ഇതെനിക്ക് ഫസ്റ്റ് ഹാനാൻ റിപ്ലൈ തന്ന പോസ്റ്റർ. ആശംസകളുണ്ട്. താങ്ക് യു. പുറമെ നല്ല അറിയുന്ന ആളാണ്. സൂപ്പർ സ്പ്രേ, നല്ല സ്പ്രേ, നല്ല സ്പ്രേ നിങ്ങൾ യൂസ് ചെയ്തേ. ഇടയ്ക്ക് രണ്ടു വാക്ക് പറഞ്ഞോളാ. പണ്ട് കുറെ ആൾക്കാരൊക്കെ അല്ലേ ഇനി അറിയണേ. പണ്ട് യൂട്യൂബിലൊന്നും ഓർമ്മല്ലേ? പണ്ട് നമ്മളെ ചാനലിൽ വന്നിട്ടില്ലേ? എന്താ പറയാനുള്ള എല്ലാവരോടും? അവിടെ ഉണ്ട് പ്രോപ്പായി. എന്റെ ആരോ അവിടെ ഉണ്ട്. വംശം ഒരു മാറ്റമല്ല അതില്. പ്രോപ്പായി എന്താ ഇവിടെ പിടിച്ചെന്താ? ഇഷ്ടമാണോ? അപ്പൊ KPന്റെ ഏറ്റവും പുതുതായിട്ടുള്ള മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, പോസ്റ്റർ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് KPന്റെ സ്വന്തം ഓഫീസാണെന്ന് നമ്മുടെ സ്വന്തം അമൽ കോളേജിന്റെ തൊട്ടപ്പുറത്ത് മൈലാടി ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇമാജിൻഡ് ബൈ KPക്ക് മെസ്സേജ് വർക്ക് കൊടുക്കുക. പോസ്റ്ററും കാര്യങ്ങളും ഒരിക്കലും ചെയ്യരുത്. തുടങ്ങിയ ബിസിനസ് എന്തായി? ചാമ്പിരാവും. ചാമ്പിരേ നിങ്ങളോടൊക്കെ പറയടാ, ആരാന്റെ ഇപ്പൊ ബിസിനസ് തുടങ്ങരുത്. ചാമ്പും ചാമ്പ് അതിങ്ങനെ പിന്നെ ഒരു 23 വയസ്സിലൊക്കെ ചാമ്പി പഠിക്കും. പിന്നെ ശരിയാവും. അത് നമ്മൾ പറഞ്ഞെടുത്തേനി, വാണിംഗ് കൊടുത്തേനി, എന്നാലും ചാമ്പി ഒരു ബിസിനസ് തുടങ്ങി ഫസ്റ്റ് തന്നെ ചാമ്പി. അത് പൂട്ടിയോ? അതിന് തുറന്നിട്ടില്ലല്ലോ പൂട്ടാൻ. ഈ കട വെച്ചപ്പെടോ? എന്തറിയോ കണ്ടിട്ട് 6 ആൾക്കാരെ ഫോട്ടോ വെച്ചല്ലേ? അല്ലല്ല KPന്റെ ഓഫീസിട്ടാ ഫുള്ള് ഒച്ചിമ്പളിയാണ്. ഇതൊക്കെ KPന്റെ കുടുംബക്കാരാട്ടോ. ഫുള്ള് ടാറ്റ എടുക്കി. ടാറ്റ. ഇത് ഫുള്ള് KPന്റെ ഫാമിലി. ആരൊക്കെയാണ് ഇത്? നിങ്ങളെ അനിയത്തിയല്ലേ? അനിയന്റെ ഭാര്യ, അമ്മേന്റെ മകള്. അല്ല ഇത് ചേച്ചി. ഇതെന്റെ അമ്മേന്റെ അനിയന്റെ ഭാര്യ. അല്ല രണ്ടാളും അമ്മേന്റെ അനിയത്തി. അമ്മേന്റെ അനിയത്തി. അമ്മേന്റെ അനിയന്റെ ഭാര്യ. എല്ലാരും ഇവിടെ തന്നെയാ? മൈലാടിയ നാടുവത്ത് വണ്ടൂർ നിതാര ഇപ്പൊ 2ലാണ്.
ഇനി 3 കാണും. റിസൾട്ട് വരണം. മെയ് 2 റിസൾട്ട് വരണം. ഫോട്ടോ അപ്പോഴേ ക്യാമറയിൽ നന്നായിക്കോട്ടെ. കാണോ അമ്മാച്ചനോ ഞാൻ നിൽക്കണോ? ഫാമിലി എന്താ കൂടിയിരിക്കുന്നു. ഒരു പറ്റ യുവാക്കൾ ഇതാ ജയിലിലവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇവലെന്താ ബടക്കണേ? ഇവലെന്താ ബടക്കണേ? അല്ല ഇവലെന്താ ബടക്കണേ? ഈ റൂമിൽ നമുക്ക് 2 വെച്ചുണ്ട്. അടി നല്ല സ്ഥിരീകരിച്ച ഒരു ഇതാണ്. ഒന്നാം മെൽക്കോളേന്റെ അടുത്താണ്. അതല്ല, പിന്നെ AC ഉണ്ട്. നമ്മൾ കൂടുതൽ എല്ലാവരും പെണ്ണിട്ട് വരികയാണ്. പെണ്ണുങ്ങളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ഒരു തലക്കിനി ഇവിടെ സെറ്റപ്പ് ചെയ്ത് തരും, ഇവിടെ വന്ന് കടക്കാൻ പറ്റും. വിഷയങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാ. കേട്ടിട്ടില്ല, ഇവിടെ തന്നെ കിടക്കുന്നല്ലേ. അങ്ങനെ പോരാ, എന്താണ് ഇറങ്ങിക്കോളി. വിഷയല്ല ഇവിടെ എന്തെങ്കിലും വാക്കൻസി ഉണ്ടോ? കോളേജിന്റെ ബോർഡ് ഉണ്ടോ? കോളേജിന്റെ ബോർഡ് ഉണ്ടപ്പോൾ നബിലും എല്ലാം എന്ത് ചെയ്തത്. ഞാൻ ഇവിടെ പ്ലംബറായിട്ടൊക്കെ കയറാനൊക്കെ. ഇവിടെ പ്ലംബർ ആവശ്യമില്ല. വേണേ ഡ്രൈവർ ആവാൻ ലൈൻ ബസിന്റെ ഒക്കെ കാര്യം പറയണം. നമുക്ക് പുറത്ത് കേൾക്കാം. തിരക്കുന്ന അപ്പൊ അമൽ കോളേജിന്റെ വെള്ളം കഴിഞ്ഞാ ഒരു ഗ്ലാസ് വെള്ളം തരും. താങ്ക് യു ഗൈസ്. നിങ്ങളെ പോയപ്പോ കണ്ടല്ലോ, നിങ്ങൾ കൈയാട്ടി. അപ്പോ ഇവിടുന്ന് കൈയാട്ടിയെ അത് വേറെ ആളാ? അതാ പോലീസുകാരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ എല്ലാരും ഇരിക്കാട്ടോ. എലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കാണ്. ഇതാണ് അമൽ കോളേജ്. അമൽ കോളേജ് കാണിച്ചെടുത്താ. അമൽ കോളേജിന്റെ തൊട്ട് മുമ്പിലാണ് അമൽ KP ഓഫീസ് ഇട്ടതിൽ എനിക്ക് സംശയങ്ങളുണ്ട്. ഇതിലും നല്ലൊരു സ്ഥലം ഇനി വേറല്ല. അപ്പം KP എന്ത് ചെയ്തു, ഓഫീസ് ഇട്ടപ്പോ കണ്ടറിഞ്ഞ് നല്ല ലൈൻ ബസ് നിർത്തുന്ന ഒരു ബസ് സ്റ്റാൻഡിൽ നല്ല കുട്ടികളൊക്കെ സ്കൂളിട്ട് ഇറങ്ങി തന്നെ കോളേജിൽ ഇറങ്ങി ഓഫീസ് ഇട്ടു. ഇതിൽ എനിക്ക് സംശയങ്ങളുണ്ട്. എനിക്ക് KPനോട് ഒരു കാര്യത്തിൽ അസൂയുള്ളൂ. ഞാനും ഇട്ടിങ്ങനെ കുറെ പീടികളും സാധനങ്ങളൊക്കെ, പക്ഷെ അതൊന്നും ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. വീടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്കൂളിൽ എടുത്തുണ്ടോ, വരുമാനം കുറവാണെങ്കിലും സന്തോഷം വലുതായിരിക്കും. നമുക്ക് നല്ല റൂം ഒന്നാമത് കാര്യങ്ങൾ പറയും. അപ്പോ നല്ല റൂമാണെന്ന് തന്നെ പറഞ്ഞാ. റൂമല്ല വ്യൂള്ള എന്താന്ന് വെച്ചാല് നമുക്ക് ഒച്ചവിളില്ലാത്തൊരു സ്ഥലം കിട്ടണം. നമുക്ക് കുട്ടികളെ ഒച്ചവില്ലാതെ അങ്ങനെ പോയിക്കോളും. മറ്റേ റോഡ് സൈഡ് ആകുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല കാര്യങ്ങളൊന്നും. ഇത് പിന്നെ റോഡിൽ നിന്ന് എന്താ വെച്ചാൽ ഒരുപാട് മാറിയിട്ടാണ്. റോഡ് സൈഡ് അല്ല, കാരണം ഇതിനെ കുറിച്ച് പറയാം നമ്മളെ ഓഫീസിനെ. അപ്പോൾ ഓഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാം, ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു ഓഫീസ് തുറക്കാൻ പറ്റിയാലും. പോയിക്കോ. അപ്പോൾ ഇമാജിൻഡ് ബൈ KP എന്നാണ് പേര്. ലൊക്കേഷൻ വരുന്നത് അമൽ കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമ്മൾ അടിച്ചരാം. വൈഫൈ ഉണ്ടോ? നാളെ അമൽ കോളേജ് മൊത്തം ഇവിടെ വൈഫൈ കുറ്റിയുണ്ട്. KP അതും സപ്ലൈ ചെയ്ത ഫ്രീ വിദ്യാർത്ഥികൾക്ക് ഫ്രീ വൈഫൈ. അപ്പൊ എന്തായി അതിന്റെ ഉദ്ദേശം കറക്റ്റ് നടക്കും. അപ്പോൾ പ്രിന്റിങ് ഒഴിച്ചിട്ട് നമ്മളെല്ലാ വർക്കുകളും ഏറ്റെടുക്കും. അതായത് പ്രിന്റർ ഒഴിച്ച് ബാക്കിയല്ല, നമ്മൾ ബ്രാൻഡിങ് ആണെങ്കിലും പോസ്റ്ററുകളാണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും കണ്ടന്റ് റൈറ്റിംഗ് ആണെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും വെബ്സൈറ്റ് ഡിസൈനിങ് ആണെങ്കിലും അങ്ങനെ എല്ലാ പരിപാടികളും നമ്മൾ
നമ്മൾ ഏറ്റെടുക്കുന്നതാണ്. അപ്പോൾ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു കൊടുക്കപ്പെടും. അപ്പോൾ എന്താ പറയുക, ഒന്നാമത് ടെൻഷൻ ഉണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഏകദേശം 10 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു സ്ഥാപനം ഞാൻ തുടങ്ങുന്നത്. ആണ് പേരിട്ട് ഇമാജിൻഡ് ബൈ KP. കാണാത്തവർക്ക് താങ്ക് യു. ശരി കേട്ടോ, കാണാം. ആണല്ലേ, ഞാനിപ്പോൾ ഇങ്ങനെ വോട്ട് ചെയ്യാൻ ലേറ്റായി. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്, നമ്മൾ വേണ്ടപ്പെട്ട എല്ലാവരും നമ്മൾ വിളിച്ചിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. അതിനെ ഒരുപാട് സന്തോഷം. അപ്പോൾ വ്ളോഗ് കാണുന്നവരും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളതും കാണുന്നുണ്ട്. എന്തൊക്കെ പറയേണ്ട അറിയില്ല, ടെൻഷനായിട്ട്. എല്ലാവരും വരിക, പങ്കെടുക്കുക, വിജയിപ്പിക്കുക. അമ്മ എന്താ പറയുക നമുക്ക്? സന്തോഷം. ഓ കൊറേ ഇതിന് കാത്തിരിക്കുന്നു. അതെ, സുഖം അത് കിട്ടിയില്ല. ഇന്നലെ വൈകുന്നേരം നടന്നപ്പോ നല്ല സന്തോഷമായി. അതെ, അടുത്ത കല്യാണമാണ് ഇനി വേണ്ടത്. അതെ, കോളേജ് മുന്നില്. അപ്പോൾ ബാക്കി ആനാനെ അവിടെ ചർച്ചയിലാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ വർക്കുകളും നമ്മൾ ഏറ്റെടുക്കും. ബാക്കി ഇമാജിൻഡ് ബൈ KP നമുക്കൊരു പേജ് ഉണ്ട്, അതിൽ കയറിയിട്ട് കണക്ട് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസ് അതിൽ കിട്ടും. നിങ്ങൾ അതിൽ മെസ്സേജ് അയക്കാം, അതിൽ തന്നെ നമ്പർ ഉണ്ട്, അതിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അനാനവിടെ അനാനെ ടെൻഷനായിട്ടേ ഒന്നും കിട്ടണില്ല. ബാക്കി കഴിഞ്ഞ് പറഞ്ഞാൽ മതി. ബാക്കി ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ കാണാൻ ഞാൻ ഓഫീസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പോണതിന് മുമ്പ് പറഞ്ഞുതരാം. ഇപ്പോൾ ഉദ്ഘാടന തിരക്കുകളിലാണ്. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, അങ്ങനെ KPൻ്റെ ഇമാജിൻഡ് ബൈ KPൻ്റെ ഉദ്ഘാടനം ഇന്ന് നമ്മളെല്ലാവരും കൂടി നിർവഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഷോപ്പിനെ കുറിച്ച് അസറോ ബ്രാ ആശംസകൾ എന്താ വെച്ചാല് KP നമ്മളെ കൂട്ടത്തില് എല്ലാത്തിലും നല്ല കഴിവുള്ളൊരു മനുഷ്യനാണ്. സ്കിൽഡാണ്, ഭയങ്കര സ്കിൽഡാണ്. അപ്പം KPനെ പോലത്തെ ഒരാള് എപ്പോഴോ തുടങ്ങേണ്ട ഒരു സംഭവമായിരുന്നു. അതിന് ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയി വന്നു KP. അപ്പൊ KPക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. KPന്റെ കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാരും അവനോട് പറയുന്ന ഒരു കാര്യം നടന്നത്. അപ്പോൾ ഓൻ അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മള് ഇവിടുന്ന് രാവിലെ അവന് അത്രയും നമ്മൾ പരിപാടി കഴിഞ്ഞാൽ ഇപ്പോൾ സുബൈക്കൊക്കെ കേൾക്കാൻ എത്തുക, എന്നാലും അവൻ വീട്ടിൽ കടന്നുറങ്ങി രാവിലെ വണ്ടി സ്റ്റാർട്ടാക്കി ഇങ്ങോട്ട് ഓഫീസിൽ പോയി വരും. പിന്നെ അവന് ഇതിൽ ഭയങ്കര പാഷനേറ്റഡ് ഒരാളാണ്. കാരണം അവനിത് പോയി പഠിച്ചൊരു കാര്യമല്ല. അവൻ കൊറോണ ടൈമിൽ സ്വന്തമായിട്ട് ഫോട്ടോഷോപ്പ് അവൻ ഇരുന്ന് പഠിച്ച ആളാണ്. ഒറ്റയ്ക്ക് ചെയ്ത് അത് യൂട്യൂബിൽ നോക്കാതെ ഓരോ ടൂളും എടുത്ത് ചെയ്ത് പഠിച്ച ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ഒരാൾ ഇത് എന്നോ തുടങ്ങുന്നതായി. എല്ലാവിധ ആശംസകളും. ഇംഗ്ലീഷിൽ ഒരാശംസകൾ. എല്ലാവിധ ആശംസകളും ഇംഗ്ലീഷില്. കൺഗ്രാറ്റുലേഷൻ. KP എന്താ ഡിസൈനിങ് കാര്യത്തിലാണെങ്കിൽ നമ്മളെ സെയിം ഫീൽഡ് ആയതുകൊണ്ടും പിന്നെ അവനോട് ഞാൻ പ്രത്യേക കാര്യം പറഞ്ഞു, ആൽബം ഡിസൈനിങ്ങും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതും കൂടി ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് വന്നിട്ട് കൊല്ലി കുടിക്കാൻ സുഖമാണ്. ഇവിടെ ആൽബം തന്നിട്ടില്ലെങ്കിൽ അതാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. എന്താ പറയാനുള്ളത്? KPന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ മഞ്ചേരി പോക്കന്നെയായിരുന്നു. മഞ്ചേരി പോവാ തിരിച്ചു വരിക, അതൊരു ഇടങ്ങാറായി. നമുക്ക് എടുത്ത് കിട്ടൂല, നമുക്ക് ഒരു മോർണിംഗ് ടൈം എടുത്ത് കിട്ടൂല. എപ്പോഴും നൈറ്റ് ടൈം ഇങ്ങനെ വരുമ്പോഴേ കിട്ടുള്ളൂ KPന്. അപ്പൊ ആ ഒരു ഇത് ഇനി ഉണ്ടാവില്ല. അപ്പൊ ഇനി ഇവിടെ തന്നെ ഉണ്ടാവും, മയിലടി തന്നെ ഉണ്ടാവും, ഒരു മാറ്റം വരാനുള്ളത്. അതെ. KP വാ, എന്താ പറയാനുള്ളത്? ആദ്യം തന്നെ പറയാനുള്ളത് ഒരു ഡ്രീം കം ട്രൂ ആണിത്. അതെ, എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുറേ ഈ ഒരു സമയത്തിന് കാത്തിക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയാം, തിരക്കുള്ള ആളാണ്. നമ്മളൊന്നിച്ചല്ലേ പോണത്. അപ്പൊ ഞങ്ങളൊരു ബാർബറിൽ സിസ്റ്റത്തിൽ പോയിട്ട് അവസാനം ഫിക്സ് ചെയ്തൊരു ഡേറ്റ് ആണ്. KP 29 വയസ്സായി, പെണ്ണ് കെട്ടാനായി. ഇതൊക്കെ തുടങ്ങണേന്റെ. അതെ, അപ്പൊ എല്ലാരും ഒന്ന് സ്ത്രീകൾ മനസ്സിലാക്കുക. മൈക്ക് തിരിച്ചു തന്നു. ഈ മുഹൂർത്തോ സമയോ ജാതകോ ജാതിയോ ഒരു സ്ഥാനം നോക്കില്ല. അയ്യോ, KP അച്ഛനൊക്കെ അയ്യോ
എന്താ പറയല കേപ്പിന്റെ ഷോപ്പ്? KP ചെറുപ്പം മുതൽ KP പറയുന്ന ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം, സ്വന്തമായിട്ട് KPനെ കാണാൻ കിട്ടും. അപ്പൊ 10 വർഷത്തെ കാത്തിരിപ്പ്, 10 വർഷത്തിന് മുകളിൽ ഒരു ഡിസൈൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇപ്പോഴാണ് നടന്നത്. വളരെ സന്തോഷം KP, എല്ലാ ആശംസകളും. പിന്നെ KP വലിയൊരു ആഗ്രഹമുണ്ട്, അതും ഇതിന്റെ കൂടെ നടക്കട്ടെ. ഇവിടെ തന്നെ ഷോപ്പ് ഇട്ടതിന്റെ അല്ല അത് ഞങ്ങൾ ചർച്ച ചെയ്തവരല്ലോ. ഇത് ബ്ലോഗിന് ശേഷമാണ് എനിക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. നബീൽ എന്താ വെച്ചാൽ ഉദ്ഘാടനം ഒരിക്കലും ഒരു ചെറിയ ഉദ്ഘാടനം ആവില്ല, കാരണം ഇതൊരു സാമ്പിൾ വെടിക്കെട്ട്, ഒരു വെടിക്കെട്ട് ആയിട്ടില്ല. പക്ഷെ നബീലിന്റെ ഷോപ്പിന്റെ അന്ന് ഞാൻ എന്ത് ചെയ്യും, പാലക്കാട് നെന്മാറ വെടിക്കെട്ടും തൃശ്ശൂർ പൂരം. എനിക്ക് സ്റ്റേജ് വേണ്ടെന്ന് ഞാൻ പാടണില്ലല്ലോ, ആട്ടം അന്ന് ഞാൻ ആടും. ഇതെന്നെ ആട്ടം, അതേ കാരണം എന്താ കഴിവേറെ KP ഉഷാറാവട്ടെ. അമൽ കോളേജിന് മുന്നിൽ തന്നെ എല്ലാവിധ ആശംസകളും. ഇനി ഞങ്ങള് ഒരു കൊളാബ് വരുന്നുണ്ട്, ഹില്ലേഴ്സ്. എന്റെ വർക്കുകളെല്ലാം KP സ്വന്തമാണ് ചെയ്യൽ, അല്ല ഇപ്പോഴും ചെയ്യൽ KP തന്നെ കേട്ടോ. അടിപൊളിയാവട്ടെ. എന്താ പറയണേ KPന്റെ ഷോപ്പിനെ കുറിച്ച്? അഭിവാദ്യങ്ങൾ. എന്താ പറയണേ? അഭിവാദ്യങ്ങൾ. പ്രൊപ്പായിക്ക് എന്താ പറയണേ? സൂപ്പർ. സൂപ്പർ എന്താ സൂപ്പർ പാരമ്പര്യോ? ഇമാജിൻഡ് ബൈ KP. അപ്പൊ ഇമാജിനഡ് ബൈ KP എല്ലാവിധ ആശംസകളും. ലിയാവുദ്ദീൻ എന്താ പറയാനുള്ളത്? അൽഹംദുലില്ലാ. ആശംസകൾ. ഞാൻ പറയുമ്പോ അടിപൊളിയാണ്. ഉഷാറാവട്ടെ. താങ്ക് യു. നമ്മുടെ കൂട്ടത്തിലെ യങ് ബിസിനസ്മാൻ അതല്ല ആവാസ് ഫയർ വർക്ക്സ് KP എല്ലോടും ഉഷാറാണ്. നമ്മളെ ഫോട്ടോ കിട്ടിയതല്ലേ KP ജിംഷ അങ്ങനെ KP നല്ലൊരു എല്ലാം കൊണ്ട് കഴിവില്ല ആളാണ് KP. KP 10 കൊല്ലത്തിന് ശേഷം എന്താണോ ചിന്തിച്ചത്, അത് റിനാന് 10 കൊല്ലം മുമ്പ് തുടങ്ങി. 17-ാം വയസ്സിൽ KPക്ക് തുടങ്ങിയപ്പോൾ റിനാൻ 17 തുടങ്ങി. അപ്പൊ 10 കൊല്ലം മുന്നാണ്. ആ ടൈമൊക്കെ യൂട്ടിലൈസ് ചെയ്തോണ്ട് എനിക്ക് പറയാം. അപ്പൊ ഇതാ ലൊക്കേഷൻ ഞാൻ പറയുന്നു, അമൽ കോളേജിന്റെ തൊട്ട് മുന്നേ ഇമാജിൻഡ് ബൈ KP ആണ് നമ്മൾ ഓഫീസ്. അപ്പം ഇതാണ് നമ്മൾ ഓഫീസ് കേട്ടോ. അപ്പോൾ KPന്റെ ഒരുപാട് കുടുംബക്കാരുണ്ട്. സോ ഗൈസ്, അമൽ കോളേജ് വരുമ്പോഴൊക്കെ നിങ്ങൾ KPന്റെ ഓഫീസ് വിസിറ്റ് ചെയ്യുക. എല്ലാവരും കയറുക, കടന്നുറങ്ങുക, ഫുഡ്, അക്കോമഡേഷൻ, AC പരിപാടി, എല്ലാ പരിപാടികളും അതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. പക്ഷേ ആർക്കും ഓൺലി സ്റ്റാഫിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൂ. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വ്ളോഗ്. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. വിജയങ്ങൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എന്തുമാവട്ടെ, ഏത് ഡിസൈനും ആകട്ടെ. ഇമാജിൻഡ് ബൈ KP വിവാഹ മംഗളാശംസകൾ. താങ്ക് യു. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ കൂട്ടത്തിലെ വോട്ടേഴ്സിനെ കാണിച്ചു കേട്ടോ. ഇതാ റെഡ് കാണിച്ചെന്ന. അപ്പൊ റെഡിനെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നിന്നും റെഡിന്റെ കൈക്ക് വോട്ട് കൊടുത്തതാണിത്. ഇത് ഏതോ BLO പിരാന്തങ്ങണ്ട ഏതോ റെഡിനെ വെച്ച് ദേശീയ നിർത്തതാണ്. ഇത് കൊണ്ടോട്ടി നിയോജക മണ്ഡലം. സൽമാൻ വോട്ട് ചെയ്ത് കാണിച്ചതാ. വോട്ടില്ല, ലൈസൻസ് ഇല്ല, വോട്ടർ പട്ടികയിലില്ല. വോട്ട് ചെയ്ത് എനിക്കില്ല, കിട്ടിയില്ല. ഇല്ലേ അനക്ക് ID പ്രൂഫ് ഒലക്ക കാണിച്ചതാ. ഞാൻ വോട്ട് കാണിച്ചതാ. ഇതാ വോട്ട് കാണിച്ചതാ. വോട്ട് ചെയ്ത് ഞാൻ റെഡിനോട് പറഞ്ഞേ പെട്രോളും ഡീസലും ഇട്ട് മായിച്ചാൽ മതി. റെഡ് പോയിട്ട് പെട്രോളും ഡീസലും ഇട്ട് മായ്ക്കാൻ ആ വരി ഇതൊന്ന് പിടിച്ചടാ. സർവന്റെ കാണിച്ചു കൊടുക്കടാ. ഫോൺ എടുത്തു. ഫോൺ മൈക്ക് പിടിയാ. ഇലക്ഷന്റെ സ്പെല്ലിംഗ് നമ്മൾ
നിലപാടിൽ ഉറച്ചിക്കാൻ പാടില്ല. മിക്കി മിക്കിക്ക് ഒരു നിലപാടുണ്ട്. ഇലക്ഷൻ വല്ല കാറ്റോ വല്ല ബാറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ബോളിന്റെ സ്പെല്ലിംഗ് ബോളിന്റെ സ്പെല്ലിംഗ് അറിയില്ല കേട്ടോ. അതൊക്കെ വേറെ, അതോ ആരല്ല അടിക്കണ വേറെ പഠിപ്പിച്ചത്. ഞാൻ ബോസ് BOZZ. മിക്ക ബോസ് കൂൾ ഫയറിന് സ്പെല്ലിംഗ് ഫീൽഡ് അല്ല. എല്ലാരും കാണിച്ചോ, കാണിച്ചോ. കൂൾ ഫയറിന് സ്പെല്ലിംഗ് കൂ ഫയർ. ഞാൻ മണക്കട്ടെ. LIP ഒന്നും തെറ്റൂല. എൻട്രൻസ് എഴുതി കാണിച്ചിട്ടാണെങ്കിൽ എൻട്രൻസ് പ്രവേശനം. അതെന്റെ ഫീൽഡ് അല്ലേ. സ്റ്റേജ് എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. മിക്കിന്റെ ഗ്രാഫ് നമ്മളെ പാട്ടിന് ഷൂട്ട് വരെ ഇങ്ങനെ അതിന് ശേഷല്ലേ കുത്തനെ ചോദിക്കാണ്. ഹാപ്പിയാട്ടോ, വൻ ഹാപ്പി. എല്ലാരും എയർലൗഡ് ഉണ്ടേ, സൈഡിലിക്ക, ഉള്ളിക്ക് വരാതെ ഹാപ്പി. പുറത്ത് കിട്ടാനുള്ള ബോസാ. അതാണ് ഒരു എക്സ്പ്രഷൻ കൂടെ ഇല്ല. സങ്കടം ഓന്റെ ഒരു പൊസിഷൻ വേറെ ആൾക്കാർ എടുക്കുന്നതിൽ എതിർപ്പുണ്ട്, പക്ഷെ പുറത്തേക്ക് ഹാപ്പിയാ. കല്യാണം വരാൻ കിടക്കണ ഇത് ബ്ലോഗാണോ? മിക്കിന്റെ സ്പെല്ലിംഗ് പറഞ്ഞാ മിക്കിയ MICKY. യൂസർ നെയിമിലുള്ളോണ്ടായി കിട്ടി. ഓൾറെഡി സമ്മതിച്ചു, തോറ്റു. MICKYIN. അല്ല പോയാലോ പോലീസുകാർ പിടിക്കും. ഇനി ബാലറ്റ് കൊണ്ടുപോകുമ്പോഴൊക്കെ മനസ്സിലാക്കാം. അപ്പൊ നല്ല സുഹൃത്തുക്കളെ, നമ്മള് ഇനി പോയി കഴിഞ്ഞിട്ട് ബാക്കി വരാനുള്ള വിശേഷങ്ങളും കാണാം. നാളെ ഒരു കിടിലം വ്ളോഗ് കാണാം. നാളെ വ്ളോഗ് എടുക്കുക. അപ്പൊ നാളെ സർപ്രൈസ് വ്ളോഗ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം, ബാക്കി വരാനുള്ള വിശേഷങ്ങൾ കാണാം. താങ്ക് യു സോ മച്ച്. ഇൻസ്റ്റാഗ്രാമിന്റെ സ്പെല്ലിംഗ് ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ശരിയാക്കി പറഞ്ഞു. ഇതൊന്നും ചെക്ക പൈസ ഉണ്ടാക്കുന്നുണ്ട്. വണ്ടി ക്യാമറ ഇട്ടോ, ചെറുക്കന് സ്പെല്ലിംഗ് 4 അക്ഷരം കമ്മി ഉണ്ടെന്നുള്ളൂ. വണ്ടി 45 ലക്ഷം റുപ്യ വണ്ടിയിൽ വന്നേ. അതായത് മിക്കിന്റെ ഒക്കെ ലക്ഷ്യം എത്ര ഉള്ളൂ, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും വേണ്ടില്ല, ഇനി വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിലും വേണ്ടില്ല, പൈസ വന്നാൽ മതി. ഫണ്ട് വരുന്നുണ്ട്, ഫണ്ട് ബോബി വരുന്നു പറഞ്ഞു, ഫണ്ട് വന്നു. അപ്പൊ സെപ്റ്റംബറിൽ എന്താ സെപ്റ്റംബറിൽ ഓഗസ്റ്റിലെന്താ ഓഗസ്റ്റില് സെപ്റ്റംബറിലോ ഡിസംബറിലെന്താ ഓഗസ്റ്റ് പരിപാടി വൻ പരിപാടിയാണ്. ഓഗസ്റ്റ് എന്നൊക്കെ പറയുമ്പോ ഇവിടെ ചില ആൾക്കാരെ മുഖമൊക്കെ ഒന്ന് ഇങ്ങനെ ആവുന്നുണ്ട്. അതെ, നമ്മൾ ശ്രദ്ധിച്ചോ എങ്ങനെ ആവുന്നുണ്ട്. അല്ല കേക്കാടേ മുമ്പിലൊന്ന് കേട്ടാ മുന്നിക്ക് ഇറങ്ങാതെ കേക്കണല്ലോ. നമുക്ക് എന്നാല് ഓഗസ്റ്റ് റിവീൽ ചെയ്താലോ? അതത്രേ ഉള്ളൂ. പോവാ പെരേക്ക് വരും കേട്ടോ, അവിടെ പോണ്ട, അങ്ങോട്ട് വാ. യെസ്.
ജിതിന് വന്നിട്ടില്ലല്ലേ? ഞാൻ ലൊക്കേഷൻ അയച്ചതാ, എടുത്ത് തന്നെ. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നമ്മൾ ഈ പരിപാടി ഇവിടെ പിരിച്ചെടുക്കുകയാണെങ്കിൽ ബ്ലോഗ് തന്നെ ഇഷ്ടപ്പെടുന്നത്. താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ്. കുറേ കാലത്തിന് ശേഷം എല്ലാവരും ഒന്ന് കൂടുന്നത്. ഐ ആം സോ ഹാപ്പി. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ്. ബൈ ബൈ.